മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിന്റെ സ്വകാര്യ വൈദ്യൻ. ഒപ്പം മോഹൻലാലിന്റെ വർഷങ്ങളുടെ കഴുത്തുവേദന വെറും 2 മിനിറ്റ് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയ വൈദ്യൻ, ദുബായ് പോലീസ് ചീഫിന്റെ സ്വകാര്യ വൈദ്യൻ, അതുപോലെ കേരളത്തിലെയും ലോകത്തിലെയും പ്രശസ്തരായ ആളുകളുടെ വൈദ്യനായി പ്രവർത്തിക്കുന്ന മർമ്മവൈദ്യൻ സന്ദീപ് എസ് നായർ ഇതാ ആതുര സേവന ജീവകാരുണ്യ മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുന്നു. അതായത് വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കുവാനും ഒപ്പം ലക്ഷങ്ങളുടെ ഓപ്പറേഷനുകൾ പറഞ്ഞ സർജറികൾ വെറും 2 മിനിറ്റ് കൊണ്ട് മാറ്റിക്കൊടുക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കാനുമായി ഇതാ മർമ്മവൈദ്യൻ സന്ദീപ് എസ് നായർ ഒരു ആശുപത്രി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് കാണാം അതിന്റെ വിശദാംശങ്ങളും ഒപ്പം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാനുള്ള വഴികളും. സാമ്പത്തികമില്ലാത്ത വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, അവരെ സഹായിക്കുക. അതല്ലേ ഈ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഓപ്പറേഷൻ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്നിവിടെ വന്നാൽ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം മാറുമെന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ? തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് എന്താ സംഭവം ഇത് MBBS പഠിച്ച ഡോക്ടർമാര് സ്പെഷ്യലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തതിനെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? അതെ, അത് മർമ്മം പഠിച്ചുകൊണ്ടാണ്. മർമ്മസ്ഥാനം നമ്മൾ നോക്കുന്നു. മർമ്മസ്ഥാനത്ത് എന്തുണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുത്തിരിക്കും. കാരണം മർമ്മമാണ് ഇതിന്റെ മെയിൻ കാര്യം. ഇപ്പൊ ഒരു ബാക്ക് പെയിൻ വന്നാൽ ഈ ബാക്ക് പെയിന്റെ ഇവിടെ ഇപ്പൊ ഇതിന് സ്പൈനൽ കോഡ് എന്നാ പറയാ. ഈ പുള്ളിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു, പിന്നെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സ്പൈനൽ കോഡ് ആയിരുന്നു. അപ്പൊ സ്പൈനൽ കോഡ് അവര് പറയുന്നു ഇതിന്റെ ഒരു കണ്ണി അകന്നിരിക്കുകയാണ് അല്ലെങ്കിൽ തള്ളിയിരിക്കുകയാണ്, അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് നേരെ ഇടണമെന്നാണ് പറയുക. പക്ഷെ നമ്മൾ അതിനെ തൊട്ട് നോക്കുമ്പോഴേ നമുക്കിത് അറിയാൻ പറ്റും എവിടെയാണെന്ന്. അതിനെ പ്രസ് ചെയ്യുന്നു, ഇടുന്നു, റെഡിയാകുന്നു. അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുക. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ രോഗം മാറ്റും. ഈ മുട്ടൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് മടക്കി ഇതെല്ലാം ക്ലിയർ ആക്കി എവിടെ. ഒരു സെക്കൻഡ് ബ്രോ, പേരെന്താ ബ്രോ? അൻസർ. എവിടുന്നാ വരുന്നേ? ആലപ്പുഴ. എന്തായിരുന്നു പ്രശ്നം ബ്രോയുടെ? എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. നേരത്തെ നല്ല ഇങ്ങനെ മടക്കാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഇവിടെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതൊക്കെ മാറി തന്നു. എല്ലാം റെഡിയായി? ഏറെക്കുറെ എല്ലാം. അല്ലല്ല, ഞാൻ ബാഡ്മിന്റൺ കളിക്കുന്നതാണ്. അപ്പോ അങ്ങനെ കുറെ ഓവർ ട്രെയിനിങ് ആയിട്ട് കാലിലവിടെ എന്താ പറയുക, എല്ലിനും അവിടെയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞത്? എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ആയി കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളി ഇവിടെ വന്നായിരുന്നു. ഇവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ ആ പുള്ളിക്ക് ഉടനെ തന്നെ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് അത് പെട്ടെന്ന് എല്ലാം ശരിയായി. പെട്ടെന്ന് കുറച്ച് നാളിനുള്ളിൽ തന്നെ എല്ലാം ശരിയായി. ഇപ്പൊ എല്ലാം നല്ല, ഞങ്ങളുടെ അവിടെ തന്നെ എല്ലാം നല്ല സുഖമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാതെ അങ്ങനെ ബോഡിക്കൊന്നും പ്രശ്നമില്ല. പിന്നെ എന്റെ അമ്മ ഇവിടെ വന്നു. എന്റെ അമ്മയ്ക്ക് എന്താ പറയുക, ആർത്രൈറ്റിസ് ആയിരുന്നു. അപ്പൊ എന്റെ അമ്മ ഇവിടെ വന്നു. കുറെ ഡോക്ടേഴ്സിന്റെ അവിടെ പോയി കുറെ മരുന്ന് എല്ലാം ചെയ്തു. ബട്ട് എന്നിട്ടൊന്നും മാറിയിട്ടില്ല. ബട്ട് ഇവിടെ വന്നപ്പോ പെട്ടെന്ന് എന്താ അറിയത്തില്ല, മാറി ഭയങ്കരമായിട്ട്. അപ്പൊ എന്നെയും ഇവിടെ കിട്ടും. അപ്പൊ പക്ഷേ ഇവിടെ എനിക്ക് നല്ല പ്രയോജനമുണ്ട്. എത്ര ശതമാനം സാറ്റിസ്ഫൈഡ് ഉണ്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഈ വൈദ്യരുടെ? 100% സംതൃപ്തനാണ്. ഓക്കെ, ശരി വൈദ്യരെ. അപ്പൊ എന്താ സംഭവം? ഇതിന്റെ സീക്രട്ട് എന്താണ്? സീക്രട്ട് ഇത് കാര്യം നമുക്കറിയാം, ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന അത്രയേറെ കോംപ്ലിക്കേറ്റഡ് കേസാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഒക്കെ. ഇവിടെ വന്നാൽ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുമ്പോൾ അതിലൊരു മാജിക് ഉണ്ടാവണമല്ലോ. എന്താണത്? അത് നമ്മൾ പഠിച്ച ചികിത്സാ രീതി. രോഗമർമ്മ ചികിത്സയാണ് പഠിച്ചിരിക്കുന്നത്. രോഗത്തിന് വേണ്ടിയുള്ള മർമ്മ ചികിത്സയാണ്. ഈ മർമ്മം പഠിച്ച കുറച്ച് പേരേ ഉള്ളൂ. അതിലൊരാൾ ഞാനാണെന്നുള്ളൂ. അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എന്റെ മർമ്മ ചികിത്സ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ഇത് കണ്ടുപിടിക്കുക, ഇതിന്റെ രോഗാവസ്ഥ എവിടെ കണ്ടുപിടിക്കുക, അപ്പൊ തന്നെ ട്രീറ്റ് ചെയ്യുക, ഉടനെ തന്നെ വിടുക, നിമിഷ നേരം കൊണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ വർഷങ്ങളോ 10-25 വർഷം പഴക്കമുള്ള വേദനകളൊക്കെ എത്ര നാളോട് മാറ്റാൻ പറ്റും? നടുവേദന ഏറ്റവും കൂടുതൽ കേസ് വരുന്ന ഏതാണ്? ഏത് വേദനയ്ക്കാണ്? എല്ലാം ഇത് വരുന്നത് സ്പൈന്, കഴുത്തിന് വേദന, കഴുത്തിന് ഓപ്പറേഷൻ, കഴുത്ത് തിരിക്കാൻ പറ്റില്ല. അവർക്ക് കഴുത്തിന് വേദന, കൈ പൊക്കാൻ പറ്റില്ല, കൈ തളർന്നു പോയി, കൈ പശു കുത്തി തളർന്ന കേസ് വന്നിട്ടുണ്ട്. അത് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് പൊക്കിയത്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഇപ്പം കാലിന്റെ ഈ ഇതൊരു വളരെ 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 കൂടിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ലാലേട്ടൻ വരാറുണ്ട്. പിന്നെ നമ്മുടെ ദുബായ് പോലീസിന്റെ ചീഫ്, അവിടുത്തെ മിനിസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ സിനി ആക്ടേഴ്സ്,
ശാന്തി ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ നടിയൊക്കെ. ഓക്കെ, നമുക്ക് അതൊക്കെ പിന്നീട് കാണാം. ഇതൊന്ന് പറയൂ, എത്ര നാളെ വർഷം ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്? ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി. ഇവിടെ തന്നെയാണോ സ്ഥാപനം? അല്ല, ഞാനിത് ചുമ്മാ ഒരു സ്ഥാപനത്തിൽ, എൻ്റെ ഒരു സ്ഥാപനം വേറെ ഉണ്ടായിരുന്നു. അവിടെ വരിക, ചെയ്യുക, അവർ പോവുക, വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ കുറെ ആളുകൾ, നമ്മുടെ ഇവിടുത്തെ കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ, അതുപോലെ തന്നെ തഹസീൽദാർമാർ, ഇവരെല്ലാം ഇങ്ങനെ നമ്മുടെ പത്തനംതിട്ട കളക്ടറെ, ഇവരൊക്കെ വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ രീതിയിലൂടെ ആക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ വരാനും, അപ്പൊ അവർക്കൊരു മസാജിങ് ഒക്കെ കിട്ടും. അപ്പൊ അതും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റും കൂടെ തുടങ്ങിയേക്കാന്ന് വെച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ലെവലിലേക്ക് വന്നത്. അപ്പൊ അവർ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഈ അവർക്ക് കിഴിവ്, ഇത് ചങ്ങനാശ്ശേരി പെരുന്ന ആലപ്പുഴ റോഡില്, അതായത് സുരഭി മാർബിൾസിനോട് ചേർന്നുള്ള വഴിയിലാണ്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും എനിക്ക് പോയി കഴിഞ്ഞ് കേക്ക് കൊണ്ട് തരാറുണ്ട്, എന്നെ കാണാൻ വരാറുണ്ട്. അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. അല്ല, എന്നിട്ട് ഇത്രയും നാള് എന്തുകൊണ്ട് എടുത്തു ഒന്ന് അറിയപ്പെടാൻ? ഞാൻ അതിനൊരു ഇതെന്താന്ന് വെച്ചാൽ എനിക്കതിനുള്ള സമയം കിട്ടുന്നില്ല. കാരണം അതുപോലെ ഇവിടെ തിരക്കാണ്. ഇവിടെ വന്ന് പോകുന്നവർ അടുത്ത ആളെ റെഫർ ചെയ്യുന്നു. മൗത്ത് ടു മൗത്ത് പബ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് മുതിർന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചാനലിലേക്കൊന്നും ഞാൻ പോകാറില്ല. എപ്പോഴെങ്കിലും കോംപ്ലിക്കേഷൻ കേസ് വന്നിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഇല്ല, ആരെയും വിട്ടില്ല. എല്ലാവരും തന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ വിടാറുള്ളൂ. ഇവിടെ എനിക്കൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ എനിക്ക് പറ്റുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന കേസ് അവരോടുകൂടി റെഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ആ ട്രീറ്റ്മെന്റ് അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല. അപ്പൊ അവരത് നല്ലപോലെ, ഡോക്ടർ നല്ലപോലെ എല്ലാം കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിത് വളരെ കൃത്യമായിട്ടാണ് ചെയ്ത് ഡോക്ടർക്ക് കൊടുക്കുക തന്നെ. ബാക്കി കാര്യങ്ങളെല്ലാം ഡോക്ടർ, മെഡിസിൻസ് എല്ലാം ഡോക്ടറാണ് കൊടുക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. എത്ര നാളും ചെയ്ത ട്രീറ്റ്മെന്റ് എല്ലാം സക്സസ് തന്നെയാണ്. ഒരു പരാതി പോലും വന്നിട്ടില്ല. 100%. അത് മാത്രമല്ല, വർഷങ്ങളെടുക്കുന്ന വേദനകൾ പോലും നിമിഷങ്ങൾ കൊണ്ട് മാറ്റുന്നു. തീർച്ചയായിട്ടും. ലാലേട്ടൻ എന്ത് ചികിത്സയ്ക്ക് ഇവിടെ വന്നിട്ടുള്ളത്? ലാലേട്ടന്റെ കൈക്ക് വേദനയായിട്ടാണ് വന്നേ. അപ്പൊ കൈക്ക് വേദന എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഓപ്പറേഷൻ പറഞ്ഞാ കൈക്ക്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കൈക്കല്ലായിരുന്നു വേദന, അദ്ദേഹത്തിന്റെ കഴുത്തിനാണ് പ്രശ്നം. അത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ കഴുത്ത് കണ്ടുപിടിച്ചു. അന്നേരം തന്നെ കഴുത്ത് പിടിച്ചിട്ട് വേദന മാറി കൈ പൊക്കി. അപ്പം അദ്ദേഹത്തിന് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അതിനോട് ഒത്തിരി കഥകളൊക്കെ അത് കഴിഞ്ഞ് പറഞ്ഞ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് നേരം കഴിഞ്ഞാ പിരിയാ. ട്രീറ്റ്മെന്റ് വന്ന് ഒത്തിരി പേരുണ്ടായി. ഇത് ശാന്തി ബാലേന്ദ്രൻ, അറിയാം. ഇവർക്ക് കഴുത്തിനായിരുന്നു പ്രോബ്ലം. കഴുത്തിരുന്ന് പോയിട്ട് ആ കഴുത്ത് പിന്നീട് ഇവിടെ വന്ന് ഞാൻ റെഡിയാക്കി കൊടുക്കുകയായിരുന്നു. അതും 15 മിനിറ്റ് കൊണ്ട് റെഡിയായി. അവർ ഏതാണ്ടോ മദ്രാസിലാണ്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നേ. അപ്പോൾ ഇത് വന്ന് നമ്മുടെ വേൾഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റാണ്. പുള്ളി USA എന്നാണ്. പുള്ളിക്ക് ഇതുപോലെ ബാക്ക് പെയിൻ ആയിട്ട് വന്ന പുള്ളിയുടെയും നമ്മൾ തന്നെ റെഡിയാക്കി. പിന്നെ ഇത് മണികണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു. എല്ലായിടത്തും പോയി ഒരു 100 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇതുപോലെ ആയുർവേദം. ഒരിടത്തും റെഡി ആയിട്ടില്ല. പക്ഷെ എൻ്റെ അടുക്ക് വന്നു, സെക്കൻഡ് കൊണ്ട് മാറി പുള്ളി ഷൂട്ടിങ്ങിന് പോയി. അദ്ദേഹം ദുബായ് പോലീസിന്റെ ചീഫാണ്. പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ ഒരു മന്ത്രി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നു. അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട്. അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി കാല് കീറിപ്പോയായിരുന്നു. കാല് നിലത്ത് മുട്ടത്തില്ലായിരുന്നു. അപ്പൊ ഈ കാല് ഒരു സെക്കൻഡ് കൊണ്ടാണ് വലിച്ച് ഇട്ട് കൊടുത്തത്. ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് കേസ് എങ്ങനെ ഈ ഒരു സെക്കൻഡ്സുകൾ കൊണ്ട് മാറ്റിയെടുക്കുന്നു? അതാണ് ഇതിന്റെ മർമ്മം പഠിക്കാൻ. ഈ മർമ്മ ചികിത്സന്റെ രീതി മർമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഈ മർമ്മ ചികിത്സയുടെ തന്നെ പ്രത്യേകത. അത് നമ്മൾ പിടിക്കുമ്പോഴേ അറിയാൻ പറ്റും. കൈ ഓടുന്ന വിരലോടുന്ന സെക്കൻഡ് കൊണ്ടുണ്ടാകും. മാജിക് പോലെ. അപ്പൊ അത് എനിക്ക് പഠിക്കാൻ സമയമെടുത്തു. പക്ഷേ ഇത് കൈക്കലാക്കി. എന്താ ബ്രോയുടെ പേര്? എൻ്റെ പേര് അരുൺ. എവിടുന്നാ വരുന്നേ? ഞാൻ മൈലം. എന്ത് ട്രീറ്റ്മെന്റ് അവിടെ വന്നത് ആദ്യം? എനിക്കൊരു ഷോപ്പാണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ട്, ഗ്ലാസ് കടയാണ്. അവിടെ വെച്ചൊരു ആക്സിഡന്റ് പറ്റിയതാണ്. ഓക്കെ. എപ്പോഴും അങ്ങനെ മുറിവുണ്ടായിരുന്നു, വലിയ മുറിവായിരുന്നു. പക്ഷേ ഈ കൈയുടെ സ്ലാപ്പ് പോയി ബാക്കിലോട്ട് മറിഞ്ഞു പോയിരുന്നു. ഓക്കെ. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ശരിയായില്ല. ഗൾഫിലായിരുന്നു? അല്ലല്ല, എനിക്ക് ഷോപ്പുണ്ട് ഇവിടെ അടുത്ത് തന്നെ, പനവേലി. ഓക്കെ. എന്നിട്ട് അവിടെ വെച്ച് പറ്റിയതാണ്. അവിടെ വെച്ച് ഗ്ലാസിന്റെ മേലെ മറിഞ്ഞു പോകും. അങ്ങനെ ഈ കൈ ബാക്കിലോട്ട് മറിഞ്ഞു പോയി. അവിടെ ഒരു 6 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് ഇവരിത് കണ്ടുപിടിച്ചില്ല. അതാണ് പ്രശ്നം. കണ്ടുപിടിച്ചില്ല. ഈ കൈ മുറിവ് മാത്രമേ അവർ ചെയ്തോളൂ. പിന്നെ SP പോർട്ടിൽ പോയി. എന്നിട്ട് അവിടെ പോയി അവർ സർജറി പറഞ്ഞു. കാരണം കട്ട് ചെയ്ത്. അത് കണ്ടുപിടിച്ചായിരുന്നു? അത് അവിടെ ചെത്തിയപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ടാണ് കണ്ടുപിടിച്ചു. അപ്പം അവർ ഓപ്പറേഷൻ പറഞ്ഞു. ഇത് മൊത്തം ഇളകി പോയി, ബാക്കിൽ തള്ളി പോയി. അത് ശരി. അപ്പൊ ഇത് ഫുള്ള് റീസെറ്റ് ചെയ്യണം. സർജറിയെ മാർഗമുള്ളൂ. 2 സൈഡിൽ സ്ക്രൂ ചെയ്ത് മറ്റേ കമ്പി ഇട്ട് കെട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എത്ര ലക്ഷം രൂപ ചെലവ് പറഞ്ഞു? 3.5 ലക്ഷം രൂപ ചെലവ്. ഓക്കെ. ദെൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അനുഭവം? അവിടെ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സന്ദീപേട്ടൻ്റെ അടുത്ത റിലേഷൻ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു.
തിങ്കളാഴ്ച സർജറിയാ, ഓക്കെ. ഞായറാഴ്ച അങ്ങനെ ഇവിടെ വരുന്നു. അപ്പോൾ 2 ദിവസം 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ റെഡിയാക്കി തരാം. 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയോ? 2 മിനിറ്റ് ശരിയായി. ശരിയായി. പിന്നെ ഒരു 14 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്? അന്ന് കൈ വരുമ്പോൾ ഇങ്ങനെയുള്ളൂ, മേലോട്ടൊന്നും ആവില്ല. ഇത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ ഒന്ന് പൊക്കി നോക്കട്ടെ. റെഡിയായി. അടിപൊളി. ഒരു മിറാക്കിളാണല്ലോ ഇത്. 2 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു 3 ലക്ഷം രൂപ ചെലവ് പറഞ്ഞ സർജറിയൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ പറഞ്ഞു. പിന്നെ നമ്മൾ അത് 5 തീരില്ല. ശരിയാണ്. പിന്നെ ബാക്കി ചെയ്തല്ലോടെ തീരില്ല. പക്ഷെ ഇവിടെ 2 മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് കൈ ഇങ്ങിരുന്ന കൈ ഓൾറെഡി ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്. എത്ര നാളായി ഇതിങ്ങനെ കഴിഞ്ഞിട്ട്? ഒരു വർഷമായി. ഒരു കുഴപ്പമില്ല ഇതുവരെ. പേരെന്താണ്? അജീഷ്. അജീഷ്. എവിടുത്തുകാരനാണ്? ചങ്ങനാശ്ശേരിക്കാരനാണ്. എന്താണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് അനുഭവം താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് ഫുട്ബോൾ കളിച്ചപ്പോഴത്തേക്കിന് കൈക്കിട്ട് ഒരടി കൊണ്ട്, വളരെ അവിചാരിതമായിട്ടൊരു അടി കൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. എനിക്കിത് ഒരു 6 വർഷം മുമ്പേ ഇതേപോലെ തന്നെ ഈ കൈക്ക് ഒരടി കൊണ്ടിട്ട് ഒരു 4-5 മാസം ഞാൻ ഭയങ്കര കൈയൊന്നും വലിയ പണിയൊന്നും ചെയ്യാൻ മേലാതെ, അതായത് ഭയങ്കര ഇതായിട്ട് ഞാൻ കൊണ്ടു നടന്നു. ഓക്കെ. ഇപ്രാവശ്യം ഒരു 2 വർഷം മുമ്പ് അതുപോലെ തന്നെ അടി കൊണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ കൈ, ഞാൻ അപ്പം തന്നെ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. എന്നിട്ട് ഞാൻ സന്ധ്യകാരനെ വിളിച്ചു, ഇന്ന പോലെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഒരു ഷോപ്പുണ്ട്, അതായത് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് കാര്യം എന്നാന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് ഇവിടാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് പിടിച്ച് ഇങ്ങനെ 2 വെപ്പ് വെച്ച്, അപ്പം ഞാനൊന്ന് ഒരു വെപ്പ് വെച്ച്, എന്നിട്ട് ആ ഒരു 1-2 സെക്കൻഡിൽ ഒരു പെയിനായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഒരു 80% അപ്പം തന്നെ ക്ലിയറായി. പിന്നെ ഒരു 3-4 ദിവസത്തെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ബാക്കിയും കൂടി ക്ലിയറായി. വളരെ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ. എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഒരു വണ്ടി പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിന്, അപ്പം അവളിങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളുടെ കാല് മടങ്ങിയായിരുന്നു. അപ്പം അതും ഇതുപോലെ തന്നെ കാലിങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒറ്റ ചവിട്ട്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 4 പേരെ ചികിത്സിച്ചു. 4 സക്സസ് ആയിരുന്നോ? സക്സസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന്റെ കൈ ലെഫ്റ്റും അത് പൊങ്ങത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചികിത്സ അങ്ങനൊന്നും അതുകൊണ്ട് നടക്കുക. എന്നിട്ട് സന്ധ്യവട്ടം വന്ന് ഇതുപോലെ തന്നെ സെക്കൻഡ് കൊണ്ട് തന്നെ കാര്യങ്ങൾ ടക്കേന്ന് ക്ലിയർ ചെയ്തു. അപ്പോൾ അടിപൊളിയായിട്ട് കുറേ നാള് സഹിച്ച് നടന്ന ആളാണ് സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം മാറിയതല്ലേ? അതെ, ഇവിടെ വന്നതിന് ശേഷം അടിപൊളി. അമ്മയുടെ കാര്യം അങ്ങനെ. ഓക്കെ. എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വന്നത്? എനിക്ക് നടുവേദനയായിരുന്നു മെയിനായിട്ട്. നടുവേദനയായിരുന്നു. എന്നിട്ട് ബാങ്കിലാണ്. എൻ്റെ പേര് രവീന്ദ്രകുമാർ. SBIയിൽ വർക്ക് ചെയ്യായിരുന്നു. SBIയിൽ വർക്ക് ചെയ്യുന്നുള്ള പണിയാണല്ലോ. അതിൻ്റെതായ നെക്കിനും ഇവിടെ ഈ 2 സൈഡുമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പം വേദനയില്ല. ഇപ്പം ചെയ്തിട്ട് ഞാൻ 6 മന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഇതുവരെ വന്നിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന്. ഈ വൈദ്യരുടെ ചികിത്സയിൽ എത്ര ശതമാനം സാറ്റിസ്ഫൈഡ് ആണ്? 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എൻ്റെ ബാങ്കിൽ തന്നെയുള്ള ജോലിയുള്ള പുള്ളിയുടെ ഫാദറിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്. അതൊക്കെ കൂടെ കണ്ടിട്ടൊക്കെയാണ്. അത് ശരി. ആലീസ് എവിടെ നിന്നായിരുന്നേ? കൂട്ടിയിട്ടിടത്തുന്നു. ഓക്കെ. എന്ത് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്? എനിക്ക് ആമവാദമാണ് പറഞ്ഞത്. അതിന് ചികിത്സയ്ക്കായിട്ട് ഞാൻ ആദ്യമേ പല ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഇവിടെ പരിചയപ്പെട്ടു. ഇവിടെ വന്നു, ഇവിടെ തിരുമ്മി മാറിയെങ്കിലും നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് രോഗം കൂടിയത് കൊണ്ട് എൻ്റെ 2 വിരൽ വളഞ്ഞു പോയി. ഈ 2 വിരലിൽ നിന്ന് അപ്പോഴാ മനസ്സിലാകുന്നത് വാദത്തിൽ നിന്നാന്നുള്ളത്. അങ്ങനെ വളഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഗവൺമെൻറ്റിൽ ഒരു 20-21 തിരുമ്മി. പിന്നെ ആ നേഴ്സ് തന്നെ പിന്നെയും വീട്ടിൽ വന്ന് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് തന്നെ മരുന്നുകൾ കൊണ്ടുവന്ന് തിരുമ്മി. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നാണ് ഇപ്പം പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നത്. മാറി. ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുമ്മി, 7 ദിവസം തിരുമ്മി. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്താണ് പേര്? എൻ്റെ പേര് ആശ. ആശ എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. ഈ ഒരു വൈദ്യശാലയിൽ വന്നിട്ട് എന്താണ് ട്രീറ്റ്മെന്റ് ഒരു അനുഭവം പറയാനുള്ളത്? എന്ത് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്? ഞാൻ എൻ്റെ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ. പല പ്രാവശ്യം വന്നിട്ട് ഒരു സുഹൃത്ത് മുഖേനയാണ് അറിഞ്ഞത് വന്നത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 days ട്രീറ്റ്മെൻറ്റ് നടത്തി. പക്ഷെ അതിന് മുമ്പായിട്ട് എന്താ പറയുക, കുറച്ച് നടുവിന് എന്ത് പറ്റിയാന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കൊച്ചിനെ കൂടെ എന്തോ ബെഡിൽ നിന്ന് തിരിഞ്ഞോ
എന്തോ സംഭവിച്ചതാണ്. പക്ഷെ 2 ദിവസം വർക്ക് ചെയ്യാൻ കൂടെ പോയപ്പോഴത്തേനും ഒരു സൈഡിലോട്ട് അങ്ങ് ചെരിഞ്ഞു പോയി. ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് വന്നു. ഇങ്ങനെ ഡിസ്ക് തള്ളിയതാണോ? അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. പുള്ളി ചെയ്തോ? അത് പുള്ളി പിടിച്ചിടുവോ, പുള്ളിയുടെ മർമ്മ ചികിത്സ എന്തോ ചെയ്തു. മീൻസ് ഇവിടെ വന്ന് ഒറ്റ തവണ വന്ന് തന്നെ ക്യൂർ ആയോ അസുഖം? അത് ഒരു 1 ഡേ ആണോ ഉദ്ദേശിക്കുന്നത്? 1 ഡേ കൊണ്ട് എന്റെ ഇഷ്യൂ ഇത് ചെയ്തു. പക്ഷെ നീരുണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും കുറച്ച് മസാജിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. എത്ര പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഈ വൈദ്യരുടെ ചികിത്സയിൽ? ഇതിപ്പോ ഓൾമോസ്റ്റ് 1 ഇയറോളം ആയി. കാരണം ഞാൻ പല ഇഷ്യൂസിന് വന്നിട്ടുണ്ട്. കാരണം ഒരു ദിവസം പെട്ടെന്ന് ഈ സൈഡ് ഇങ്ങനെ കൈ ഇങ്ങനെ എഴുതേക്കാൻ പറ്റാതായിപ്പോയി പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ. അപ്പം എന്തോ ഒരു പെട്ടെന്ന് ഒരു സ്പ്രെയിൻ ആണ്. അപ്പൊ കുഞ്ഞ് കയ്യെ കിടന്ന് ഇങ്ങനെ കൊച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കയ്യെ കിടന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സൈഡ് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എഴുതേക്കാൻ വയ്യ. അവിടുന്ന് ഒരു തരത്തിൽ എഴുന്നേറ്റ് അന്ന് രാവിലെ വിളിച്ചപ്പോൾ പുള്ളിയെ കിട്ടിയില്ലായിരുന്നു. അപ്പൊ പിന്നെ വൈകുന്നേരത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും എന്താ പറയാ പെയിൻ ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു തരത്തിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്ത് പുള്ളിയെ കണ്ടു. പുള്ളി എന്തോ ഇതുപോലെ സംഭവം അതെ. അപ്പം അത് കറക്റ്റ് എന്താ പറയാ, അത് പുള്ളിക്ക് തൊട്ട് വരുമ്പോഴേ അറിയാം. പിന്നെ അടുത്തപ്പോ എനിക്ക് ഓൾറെഡി ബാക്കി പെയിനുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ മിണ്ടിയില്ല. ഹസ്ബൻഡൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നോണ്ട് പേടിയാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷെ പുള്ളി കറക്റ്റ് കൈ ഭാഗത്ത് വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഓൾറെഡി അതിങ്ങനെ എന്ത് പറയും, ഇത് വെച്ചോണ്ടിരുന്നത് ഇത് കൂടുതൽ ഇങ്ങനെയുള്ള ഭാഗത്തോട്ട് വ്യാപിക്കും എന്ന് പറഞ്ഞു. ശരിക്കും ആ പെയിൻ അത് എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയം. കാരണം ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയപ്പോഴത്തേനും അത്രയായിട്ട്. പക്ഷെ അതൊന്ന് കറക്റ്റ് ചെയ്തു. ചൂടുവെള്ളത്തിൽ പുള്ളിക്കാൻ ഒരു തൈലവും ജസ്റ്റ് എന്തോ പേര്? ഡോക്ടർ സിൻസിയാക്കരി. ഓക്കെ, എന്താണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്? നമുക്ക് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഫാസ്റ്റ് റിക്കവറിയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മർമ്മ തെറാപ്പിയുടെ കൂടെ തന്നെ ആയുർവേദ മാനേജ്മെന്റ് കൂടെ ഉണ്ട്. നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ കറക്റ്റ് ഡയഗ്നോസിസ് കണ്ടുപിടിച്ച് അതിൻ്റെതായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നടക്കുന്നത് എല്ലാത്തിനും. നമുക്ക് ആയുർവേദ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ. എല്ലാ പേഷ്യൻസും നമുക്ക് എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ചെയ്യുന്നത് ഡോക്ടർ? നമുക്ക് എല്ലാ ഡിസീസിനും കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. എല്ലാ കേസും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. കൂടുതൽ ഓർത്തോയാണ്. നമ്മൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് വരെ നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെ വെരിക്കോസിന്റെ കറക്റ്റായ മാനേജ്മെന്റ് ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഇവിടത്തേക്കുള്ള ട്രീറ്റ്മെന്റിനുള്ള മെഡിസിൻസ് തൈലൊക്കെ ഇവിടെ തന്നെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്? തൈലൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ഓരോ കേസസും അതനുസരിച്ചുള്ള ഐറ്റംസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിസിൻസ് എല്ലാം 100% ഹെർബൽ ആണ്. എല്ലാം ആയുർവേദിക് മെഡിസിൻസ് തന്നെയാണ്. അതുകൂടാതെ ഈ ഒരു ഡി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് അത് ആയുർവേദിക് മെഡിസിൻസ് തന്നെയാണ്. ഹെർബൽ മെഡിസിൻസ് വെച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ്. 3 മാസത്തെ കോഴ്സ് എടുത്താൽ മതി. നമുക്ക് പേഷ്യന്റ് അറിയാതെ തന്നെ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. ഇൻ കേസ് മദ്യപാനികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പേഷ്യന്റ് അറിയാതെ തന്നെ നമുക്ക് മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിന്റെ ഒരു ക്യൂർ റേറ്റ് എത്ര വരും? 98% ക്യൂർ റേറ്റ് ഉണ്ട്. 100% തന്നെ പറയാം. അതല്ലേ? അതെ. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചാണ്. നന്നായോ. ഇത് നമ്മുടെ കൂടെ വന്ന ക്യാമറമാനാണ് സജി. നമുക്കറിയാം, ചാനൽ മുമ്പേ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് ഒരു നടുവേദന ഉണ്ടായിരുന്നു. ആക്ച്വലി എന്തായിരുന്നു സജിയുടെ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ 15ാമത്തെ വയസ്സിൽ മരത്തിൽ നിന്ന് വീണാണ്. 26-27 വർഷമായിട്ട് ഈ ചെറിയ നടുവേനുണ്ട്. അപ്പോൾ ലാസ്റ്റ് 1 വീക്കായിട്ട് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, പിന്നെ എന്നെ പിടിച്ച് നിങ്ങളൊക്കെ എന്നെ പിടിച്ച് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അകലും അതെ സാറും കൂടെ എന്നെ പിടിച്ചിറക്കുമായിരുന്നല്ലോ. അത് ഇവിടെ ഒന്ന് വൈദ്യർ വന്നിട്ട് ഞാൻ ചുമ്മാ റെസ്റ്റ് എടുക്കാൻ പോയാൽ കണ്ടുകൊണ്ട് വിളിച്ചുകൊണ്ടൊന്ന് ചുമ്മാ ഇരുത്തിയത് അവിടെ 2-3 മിനിറ്റ്സ് അങ്ങനെ പറയാൻ പറ്റും. എൻ്റെ അൺഡ്രസ് ചെയ്യുന്ന ടൈമും പിന്നെ ഈ പറഞ്ഞ പോലെ കിടക്കുന്ന ആ ടൈമും ഇവർ പിടിച്ച് കിടത്തുമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, കുനിയാൻ പറ്റില്ലായിരുന്നു. ബാത്റൂമിൽ ഇരിക്കുന്ന രീതിക്ക് അറിയാലോ, ബാത്റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അല്ല, എൻ്റെ അനുഭവം നിങ്ങൾക്കല്ലേ അറിയാം. സത്യം, വാവ്, അടിപൊളി. പുള്ളി ഇങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു സത്യം പറഞ്ഞാല്. അറിയാവുന്നതല്ലേ? അറിയാവുന്നതാണല്ലോ. വേദനയൊക്കെ മാറിയോ? വേദനയൊക്കെ മാറി. സത്യം, സീരിയസ്ലി 2 ഇടി കിട്ടി. അതിന്റെ ഇടിയുടെ വേദന മാത്രമേ ഉള്ളൂ. ഒന്ന് ചാടി ഓടിക്കേ. ഇനി അങ്ങോട്ട് നടന്നേ, തിരിച്ചേ വീണ്ടും. സൂപ്പർ. തിരികെ പോര്. നടന്ന് കൈ വെച്ച് പോരെ. നല്ലപോലെ കൈ വെച്ചിക്കേ. കാല് വലിച്ചു വെച്ചേ. ഓക്കെ, ഗുഡ്. കുഴപ്പമില്ല.
സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. ഓ നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധി തരണം ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായിക്കോട്ടെ, അതായത് സാമ്പത്തികമായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വേദനകളുണ്ടാവാം, നിങ്ങൾക്ക് ചിലപ്പം വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ വന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഞാൻ അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ സാമ്പത്തികമൊന്നും നോക്കണ്ട, ഇവിടെ വരിക, എന്നിൽ കാണുക. ഇവിടെ നമ്മൾ ഫീസൊന്നും വാങ്ങിക്കാറില്ല. പൊതുവെ ഫീസ് വാങ്ങിക്കാറില്ല. ഒരു സെക്കൻഡ്, നേരത്തെ ഒരു രോഗിയുടെ കാര്യം ചോദിച്ചപ്പോൾ 3.5 ലക്ഷം രൂപ സർജറിക്ക് പറഞ്ഞൊരു കേസ് ഇവിടെ വന്ന് 2 മിനിറ്റ് കൊണ്ട് മാറിയെന്ന് പറഞ്ഞു. അതെ. ഈ 3.5 ലക്ഷം രൂപ സേവ് ചെയ്ത് കൊടുത്ത ആളൊന്നും പൈസ വാങ്ങിക്കാറില്ല നിങ്ങൾ? ഇല്ല, ഞങ്ങൾ പൈസ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. പിന്നെ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള രീതിയാണെങ്കിൽ അത് ചിലവർക്ക് 7 ഡേയ്സ് ഉണ്ട്, ചിലവർക്ക് 5 ഡേയ്സ് ഉണ്ട്, ചിലവർക്ക് ഒരു 9 ഡേയ്സ് ഉണ്ട്, ചിലവർക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒരു സമയം അത് ഡോക്ടറാണ് നിശ്ചയിക്കുക. അപ്പോൾ ഡോക്ടറോട് ഞാൻ എന്റെ വൈദ്യരുടെ ചികിത്സയ്ക്ക് പൈസ മേടിക്കാറില്ല. Really? തീർച്ചയായിട്ടും. Appreciate you, man. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വൈദ്യന്മാരും. ഓക്കെ, എന്നിട്ട് അത് നമ്മളൊരു പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഒരു സേവനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത്. അതിലുപരി തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ ഇതുപോലെ വരുന്നുണ്ട്, ദൂരെ നിന്ന് തന്നെ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഇവിടെ, പൂനെ എന്നൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. സ്റ്റേ ചെയ്യാനുള്ള ഇത് സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്ത തന്നെ വീടൊക്കെ ഉണ്ട്, ജോലിക്കാരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ആ സേവനത്തിനുള്ള കാശെല്ലാം തന്നെ കണ്ടുപിടിക്കും. ഇതിനകത്ത് ചെറിയൊരു എമൗണ്ട് മാത്രം വരും, അത്രേ ഉള്ളൂ. അതെല്ലാം തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ ലക്ഷങ്ങളൊന്നും ഇല്ല. കുറച്ച് പൈസയിൽ നിന്ന് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പിന്നെ അത് ഡോക്ടർ നിശ്ചയിക്കും ഇവർക്കുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണം എന്നുള്ളതെല്ലാം ഡോക്ടറെ ഡിപ്പെൻഡ്. ഡോക്ടറല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, വൈദ്യര് കൂടാതെ ഒരു ഡോക്ടർ കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതെ. അതൊരു സാധാരണ നമ്മൾ ഇതേപോലെ നോക്കുമ്പോഴത്തേക്ക് വൈദ്യരുടെ അണ്ടറിലായിരിക്കും മൊത്തം പോകുന്നത്, പുള്ളി നിശ്ചയിക്കുമല്ല. പക്ഷെ ഇവിടെ അതല്ല, മറ്റൊരു ഡിസിഷൻ എടുക്കാൻ ഒരു ഔദ്യോഗികമായിട്ട് തന്നെ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്. തീർച്ചയായും വേണമല്ലോ. പ്രത്യേകത തന്നെയാണ്. തീർച്ചയായും വേണമല്ലോ. കാരണം അവർക്ക് വേറെ സ്ത്രീകളുടെ ഇപ്പൊ രോഗമൊക്കെ വരുവാണെങ്കിൽ അപ്പൊ അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഈ ഒരു ലേഡി ഡോക്ടർ ഇവിടെ ആവശ്യമുണ്ട്. തീർച്ചയായും. അപ്പൊ അത് തീർച്ചയായിട്ടും അവരുടെ പ്രസൻസിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്താൽ പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതുകൊണ്ടാണ് ഇവിടെ വരുന്നതും പോകുന്നതും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെല്ലാവരും വിളിക്കാറുണ്ട്. പിന്നെ കണ്ടിന്യൂ ആയിട്ട് എല്ലാ വർഷവും ഇനിയും വരും എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇപ്പൊ UK നിന്ന് വന്നൊരു ഡോക്ടർ അവര് പറയുന്നു, ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ തന്നെ വരും. ഇപ്പൊ വേറെ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് ജോലി രാജിവെച്ച് അദ്ദേഹം UK പോയി. ഇപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ അടുത്ത ജനുവരിയിൽ ഇവിടെ വരുന്നുണ്ട് വീണ്ടും ട്രീറ്റ്മെന്റിന്. കൈ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈ ഡൗൺ ആയി പോയതാണ്. ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്? അത് ക്രിട്ടിക്കലായിട്ടുള്ള എന്ത്? ഇപ്പൊ സ്പൈനലിന്റെ കംപ്ലൈന്റ് ആണല്ലോ, ബാക്ക് പെയിൻ വരുവാണ്, നടുവേദന, കഴുത്ത് വേദന, അതുപോലെ തന്നെ കൈ പൊങ്ങാത്ത കേസ്, പിന്നെ നമ്മുടെ ഇത് കാലിന്റെ ഫുഡ് ഡ്രോപ്പ്. അപ്പൊ എന്ത് ഒരു ഇത് വന്നാലും നമ്മൾക്ക് എന്ത് വേദനയും എന്ത് രോഗത്തിനും ചികിത്സയുണ്ട്. എന്ത് വേദന വന്നാലും അത് മാറ്റി കൊടുക്കും. ഇതിനെല്ലാം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് റിസൾട്ടാണ്. അല്ലാതെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഒന്നും ഇതിന് മാറ്റി വെക്കേണ്ട കാര്യമില്ല. സെക്കൻഡ്സ് കൊണ്ട് എന്ത് രോഗം മാറ്റും. അതാണ് ഇവിടുത്തെ രീതി. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. 2-3 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്. എനിക്കിപ്പോൾ ഇവിടെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഇതേപോലെ വൈദ്യശാലകൾ വരുമ്പോഴത്തേക്ക് വൈദ്യർ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊരു ഡോക്ടർ എന്നൊരു പ്രസൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, വൈദ്യരെ കൂടാതെ ഒരു ഡോക്ടർ കൂടി ഒഫീഷ്യലായിട്ട് ഇവിടെ ഉണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ അവരാണ് ചെയ്യുന്നത്. വൈദ്യർ പിന്നെ മർമ്മമായിട്ട് ചികിത്സ വൈദ്യരാണ് ചെയ്യുന്നത്, മർമ്മമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? ഓക്കെ, അതും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അനുഭവത്തിൽ തന്നെ പറയുന്നു. അതായത് 3.5 ലക്ഷം രൂപ സർജറിക്ക് പറഞ്ഞ കേസ് തന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്തു. അത് എന്താ ഒരു പരിഹരിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതിന്റെ അനുഭവസ്ഥരായിട്ടിരിക്കുന്നതൊക്കെ. തീർച്ചയായും ഇതൊരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എടുത്ത് പറയാനുള്ളത് ഫീസിന്റെ കാര്യം. വൈദ്യർ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ഫ്രീ കോസ്റ്റ് ആണ്. നിങ്ങൾ കൊടുക്കുന്നത് മേടിക്കും എന്നുള്ളത് തോന്നുന്നല്ലേ? അത് ഒന്നും വേണ്ടെന്ന് പറയൂ. വേണ്ടെന്നേ പറയുള്ളൂ. വേണേ അറിഞ്ഞു തരാം. 1 രൂപ പോലും പ്രതിഫലം ചോദിക്കാത്ത ഒരു വൈദ്യരാണ്. തീർച്ചയായും ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ വരാനുള്ള ഒരു ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാവോ? ഇവിടെ വരാനുള്ള ലൊക്കേഷൻ ചങ്ങനാശ്ശേരി NSS എന്ന് പറഞ്ഞ NSS കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് തിരിക്കുന്ന റോഡിലെ സുരഭി മാർബിൾസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതിനോട് ചേർന്ന് അകത്തോട്ടുള്ള വഴിയാണ്. അവിടെ ഒരു ബോർഡും എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തായാലും വൈദ്യരുടെ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു വൈദ്യരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. ഈ ഒരു സേവനങ്ങൾക്ക് ഒരുപാട് നന്ദി. വൈദ്യരുടെ ഈ ഒരു സേവനം ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകട്ടെ. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.